ആരോഗ്യവർദ്ധനവിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണ്? മുഖസൗന്ദര്യവർദ്ധനവിന്, ശാരീരികാരോഗ്യത്തിന്, ആയുഷ് ദൈർഘ്യത്തിന്, അങ്ങനെ 1000 സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിനെന്ത് പോംവഴിയാണ് സ്വീകരിക്കേണ്ടത്? അതിന് ഏത് വൈദ്യനെയാണ് കാണിക്കേണ്ടത്? എന്നാൽ പല ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു പ്രയാസവും വിഷമവും ഇല്ലാത്ത നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്, നല്ല ഒരു വിദ്യയാണ് നിങ്ങൾ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ആരെയും സ്നേഹിക്കുക. വാക്കുകളെ കൊണ്ടാകാം, പ്രവർത്തനങ്ങളെ കൊണ്ടാവാം, കാശ് കൊണ്ടാവാം, ഏത് വിധേനയുമാകാം. അത് ആയുഷ്ദൈർഘ്യവും, ഭക്ഷണത്തിൽ വിശാലതയും, മുഖത്തിൻ്റെ സൗന്ദര്യവും എല്ലാം വർദ്ധിപ്പിക്കും. ഇതൊരു പക്ഷേ പൊടിവാക്കായി തോന്നിയേക്കാം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം, വല്ലവനും വല്ലവനിലേക്കും ഒരു ഗുണം ചെയ്തു. തീരെ നടക്കാൻ പറ്റാതെ രോഗശയ്യാവലംബിയായ വളരെ സാധുവായൊരു മനുഷ്യനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അദ്ദേഹം നടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെക്കാളേറെ മനസ്സ് സന്തോഷിക്കുന്നത് അതിനെ ഹെൽപ്പ് ചെയ്ത ആ മനുഷ്യൻ്റെ മനസ്സ്. ആ സന്തോഷം അവൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു വിശാലത, മനസ്സിന് വല്ലാത്തൊരു സൗകുമാര്യത, മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, വികാസം. ഈ ഹെൽത്തി ബോഡി ഇൻ ഹെൽത്തി മൈൻഡ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിനാണ് ആരോഗ്യമുള്ള ശരീരം. അപ്പോൾ മനസ്സിൻ്റെ ആ സൗകുമാര്യത, മനസ്സിൻ്റെ ആ വികാസം, മനസ്സിൻ്റെ ആ സന്തോഷം നേരെ മുഖത്തത് വളരെ പ്രകടമായിരിക്കും. ആർക്കും സംശയിക്കാൻ കഴിയുമോ? ഞാൻ വളരെ ആവേശഭരിതനായി, പൂർണ്ണ സന്തുഷ്ടനായി നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നൊരു ഫോണ് വന്നു. പെട്ടെന്ന് കാണാം എൻ്റെ മുഖത്ത് വല്ലാത്തൊരു കരിവാളിച്ച, എൻ്റെ മുഖത്ത് എന്തെല്ലാമോ വല്ലായ്മകൾ, എൻ്റെ ശബ്ദം ഇടറുന്നത് കാണാം, എൻ്റെ കൈകാലുകൾ വിറക്കുന്നത് കാണാം. ഞാൻ നിങ്ങളുടെ മാന്യത, എൻ്റെ മാന്യത പരിഗണിച്ചുകൊണ്ട് സംസാരം നിർത്താതെ തുടർന്നാലും കഴിഞ്ഞ് നിങ്ങൾ ചോദിക്കും, ആ ഫോൺ സുഖകരമുള്ള ഫോണല്ല. 1000 തവണ സത്യം ചെയ്ത് പറഞ്ഞാലും നിങ്ങൾ പറയും, ആ ഫോൺ സുഖകരമല്ല, നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ സന്തോഷം, ദുഃഖം അതേറ്റവും പ്രകടമാകൽ ആദ്യം മുഖത്തായിരിക്കും. ഇതേപോലെ മനസ്സിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ വികാസം, മനസ്സിൻ്റെ സമാധാനം മുഖത്തത് പ്രകടിപ്പിച്ചു വരുന്നു. അപ്പോൾ ആദ്യമായി മനസ്സിന് സമാധാനം വരുന്നു, വികാസം വരുന്നു. അതിൻ്റെ വികാസവും അതിൻ്റെ ലക്ഷണങ്ങൾ മുഖത്ത് പ്രകടമാകുന്നു. മാത്രമല്ല, അങ്ങനെ വിശാലമായ മനസ്സിൻ്റെ ഉടമകൾ, നല്ല പ്രകാശപൂരിതമായ മുഖമുള്ളവർ, അവർ ഏത് ബിസിനസ് നടത്തിയാലും അവർക്ക് ടെൻഷനുകളില്ല, അവർക്ക് അസ്വസ്ഥതകളില്ല. അവരുടെ ടെൻഷനുകളില്ലാതെ ബിസിനസ് നടത്താൻ കഴിയും. അതാണ് നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൻ്റെ വിശാലത, പ്രകാശം. ളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്തിന് വല്ലാത്ത പ്രകാശം. വസ്മിഹത്തൻ ഫിൽ ജിസ്മി, അത് നല്ല ആരോഗ്യമുള്ള ശരീരം. ഹെൽത്തി ബോഡി ഇൻ ഹെൽത്തി മൈൻഡ്, അവൻ്റെ ആരോഗ്യവാനായി തീരുന്നു. മാത്രമല്ല, വബറക്കത്തൻ ഫിൽ റിസ്ഖി, അവൻ ചെയ്യുന്ന എല്ലാ ഏർപ്പാടുകളും വലിയ നേട്ടങ്ങൾ ഉണ്ടായിത്തീരും. വമഹബ്ബത്തൻ ഫി ഖുലൂബിൽ ഖൽഖി, എല്ലാവർക്കും അവനോട് സ്നേഹമായിരിക്കും, എല്ലാവർക്കും അവനോട് സന്തോഷമായിരിക്കും. അവൻ മരിച്ചാലും ജനമനസ്സുകൾ ഒരിക്കലും മരിക്കുകയില്ല. ആയതുകൊണ്ട് തന്നെ എല്ലാവരും തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കുകയില്ല, എല്ലാവർക്കും ഞാൻ ഉപകാരങ്ങൾ ചെയ്യും. എനിക്കെപ്പോഴാണ് അസുഖം വരിക, എനിക്കെപ്പോഴാണ് പ്രയാസങ്ങൾ നേരിടുക എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. എല്ലാവരും അവരൊരാൾ കഴിയുന്ന രൂപത്തിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക.